വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ എത്തുകയാണ്. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോകൾ കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് പ്രയോജനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിശാച് ഒരാൾക്ക് കൈക്കൂലി കൊടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൈക്കൂലി കൊടുക്കുക. ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ മേധാവിത്വങ്ങൾ, ജനാധിപത്യ വ്യവസ്ഥിതിയിലെ കാര്യ ഗൗരവ പ്രസക്തമായതാണ് ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ. ഇവിടെയെല്ലാം കൈക്കൂലി എന്നൊരു പദം വല്ലാതെ അർബുദം പോലെ, ക്യാൻസർ പോലെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും അത് നിയമലംഘനമാണെന്ന്. ആരോ ഒരു സാംസ്കാരിക നേതാവ് പ്രസംഗിച്ചു, അർഹതയുള്ള ശമ്പളം കൊടുക്കാത്തത് കൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത്. അതിനകത്ത് എവിടെയോ ഒരു ശരി ഉണ്ടാകാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുന്നതോ? മന്ത്രി പോലെയുള്ള വലിയ പദവികളിൽ ഇരിക്കുന്നവർ കൈക്കൂലി വാങ്ങിയെന്ന കംപ്ലൈന്റുകൾ കേൾക്കുന്നതോ? കോടീശ്വരന്മാർ അഴിമതി കേസിനകത്ത് അകപ്പെടുന്നതോ? കൈക്കൂലി വാങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിക്കൊണ്ടുകയും കൊടുക്കുകയും ചെയ്യേണ്ട ജുഡീഷ്യറിയുടെ തലപ്പത്തിരിക്കുന്നവർ മുതൽ ശിപ്പായി വരെ കൈക്കൂലി വാങ്ങിയ കേസുകളും കഥകളും നമ്മൾ പത്രദ്വാര ന്യൂസുകളിൽ നമ്മൾ കേൾക്കുന്നില്ലേ? അപകടകരമായ ഈ യാത്രയുടെ എല്ലാം തുടക്കം ഒരു ഡിമോണിക് സ്പിരിറ്റ്, ഒരു പൈശാചിക ശക്തി മനുഷ്യന് കൈക്കൂലി കൊടുത്തവനെ അടിമയാക്കി എന്നുള്ളതാണ്. ഈ ചിന്ത ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിത് ചകഞ്ഞെടുത്ത് പഠിക്കുക. എന്നെ അല്ലെങ്കിൽ ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, അല്ലെങ്കിൽ ലോകത്തിലെ 800 കോടി ജനങ്ങളെ, ഇന്ത്യയിലെ 144 കോടി ജനങ്ങളെ, കേരളത്തിലെ 4.5 കോടി ജനങ്ങളെ, അതിലെ ആരെങ്കിലുമൊക്കെ പിശാചിന് ആവശ്യമെങ്കിൽ, പിശാചിന് ഉപയോഗിക്കണമെങ്കിൽ അവൻ എന്താ ചെയ്യാന്നറിയോ? അവൻ മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കും. കണ്ണിന് അവൻ കൈക്കൂലി കൊടുക്കും. എങ്ങനാ? രസമുള്ള കാഴ്ചകൾ അവൻ ഫ്രീ ആയിട്ട് കൊടുക്കും. സൗജന്യമായിട്ട് രസമുള്ള കാഴ്ചകൾ കണ്ണിന് കൊടുത്ത് പിശാച് കണ്ണ് അവന്റെ സ്വന്തമാക്കും. ഇമ്പമുള്ള കാര്യങ്ങൾ അവന്റെ ചെവിക്ക് കൈക്കൂലിയായിട്ട് കൊടുത്ത് അവന്റെ ചെവിയെ സ്വാധീനിക്കും. അസന്മാർഗികതകൾ, അശ്ലീലതകൾ, സദാചാരമല്ലാത്തത്, ദുർവർത്തമാനങ്ങൾ നാവിന്റെ മേൽ കൊടുത്ത് അവന്റെ നാവിനെ പിശാച് സ്വന്തമാക്കും. അവന്റെ ഇഷ്ടത്തിനും ചേഷ്ടകൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അവന്റെ തോളിൽ അല്ലെങ്കിൽ അവളുടെ തോളിൽ കൈയിടിപ്പിച്ച് മനുഷ്യന്റെ ത്വക്കിനെ അവൻ കൈക്കൂലി കൊടുത്ത് അവൻ സ്വാധീനിക്കും. അങ്ങനെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെ പിശാച് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് സ്വാധീനിച്ചിട്ട് മനുഷ്യനെന്ന മഹാപ്രസ്ഥാനത്തെ അവന്റെ ഞാനീ പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്, ഒരു ആശയമാണ്. എന്നോട് ഒരാൾ വന്നിട്ട്, എവിടെ പിശാച് വന്ന്, കൊമ്പൊക്കെ ഉള്ള ഒരു പിശാച് വന്ന് നിന്നിട്ട് ഇങ്ങനെ കൈക്കൂലി കൊടുക്കുന്നോ അങ്ങനൊന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഇത് ആശയപരമായ ഒരു സംഹിതയാണ്. കണ്ണിനും മൂക്കിനും ചെവിക്കും ത്വക്കിനും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക്
കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിശാച് ഈ പഞ്ചേന്ദ്രിയങ്ങളെ വശീകരിച്ച്, അതാണ് ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ, ഇന്റർനെറ്റുകളിൽ, യൂട്യൂബുകളിൽ, ഇൻസ്റ്റാഗ്രാമുകളിൽ, ഫേസ്ബുക്കുകളിൽ അവനെ വശീകരിച്ച് അതിനടിമയാക്കി. പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും കൂടുതൽ കാണുന്നത് കോടീശ്വരന്മാരെ കുറിച്ചുള്ള കഥകളാണ്. അത്താഴപ്പട്ടിണിക്കാരന്റെ കഥ കേട്ടിട്ട് ഒരുത്തനും കോടീശ്വരനാകാൻ ആഗ്രഹിക്കില്ല. അസന്മാർഗികതകൾ തൊഴിലാക്കുന്നവൻ അവൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അശ്ലീലത്തിന്റെ ചിത്രങ്ങളും വെബ്സൈറ്റുകളുമായിരിക്കും. ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള കള്ളക്കഥകളും കള്ളനോട്ട് കഥകളും കച്ചകപടത്തിന്റെ കഥകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാത്. എന്തിനേറെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ ആഗ്രഹിച്ച ആ കേസിനകത്തെ പ്രതി, അവൻ അതിനു മുമ്പുള്ള വർഷങ്ങൾ മുഴുവൻ അവന്റെ യൂട്യൂബിനകത്ത് അവൻ കണ്ടത് മുഴുവൻ പാമ്പിന്റെ കഥകളായിരുന്നു. പാമ്പിന്റെ കഥകൾ കണ്ടവൻ പാമ്പിനെ കൊണ്ട് ഭാര്യയെ കൊല്ലിച്ചു എന്നാണ് ആ കേസ്. സ്വന്തം പ്രണയിനിയെ കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ചവൻ. ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പല കഥകൾ കാണും. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ആത്മഹത്യ ചെയ്യവരുടെ കഥകളാണ് കാണുന്നേ. കള്ളനോട്ടടിക്കാൻ ആഗ്രഹിക്കുന്നവൻ യൂട്യൂബിനകത്ത് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ എടുത്ത് കാണുകയാണ്. അവൻ എന്താ? അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ കൈക്കൂലി കൊടുത്ത് പിശാച് വശീകരിച്ച്. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, പാപം ആദ്യം ചതിക്കും, വശീകരിക്കും, പിന്നത്തേതിൽ കൊന്നുകളയും. യാക്കോബൻ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, മോഹം പാപത്തെ ഗർഭം ധരിച്ചിട്ട് പിന്നെ മരണത്തെ പ്രസവിക്കും. എത്ര കറക്റ്റാണ്! അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 7:23 വിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ, ഈ വശീകരണത്തിന് അധീനമായ, ഈ പാപത്തിന് അധീനമായ, എപ്പോഴും അധീനമാകാൻ സാധ്യതയുള്ള ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സർവശക്തനായ ദൈവത്തിന്റെ പാദത്തിൽ വീഴുക. നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ പിശാചിന് കൊടുക്കരുത്. നിനക്കിഷ്ടമുള്ളത്, രസിപ്പിക്കുന്നത്, നിന്നെ മതിപ്പിക്കുന്നത്, നിന്നെ വൈകാരിക ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതുമായി വരുമവൻ വരും നിന്റെ മുമ്പിൽ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയും, അടുത്ത് നീ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ നിന്റെ മുമ്പിൽ അവൻ കൊണ്ടുവരുന്നത് നിന്നെ വശീകരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. തകർന്നു പോകരുത്. ലോകത്തിലെ സകല മനുഷ്യരും ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ കാണാൻ രസമുള്ളത്, കേൾപ്പാൻ രസമുള്ളത്, തനിക്കിഷ്ടമുള്ളത് പ്രാപിപ്പാൻ രസമുള്ളത്, അതുമായിട്ടായിരിക്കും ഈ ഡെമോണിക് സ്പിരിറ്റ് വരുന്നത്. നല്ലത് ചിന്തിക്കുക, നന്മ മാത്രം ചിന്തിക്കുക, സാൻമാർഗിക ചിന്തിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ദൈവ വിശ്വാസിയായി ജീവിക്കുക. നിന്റെ ബുദ്ധിയും നിന്റെ മനസ്സും പിശാച് കൈക്കൂലി തന്ന് വശീകരിക്കാൻ അവസരം കൊടുക്കരുത്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ഇതൊരു ചിന്ത ഞാൻ തരികയാണ്. നിങ്ങളിത് വീണ്ടും വീണ്ടും ഒന്ന് കേട്ടാലും ഒരുപക്ഷെ മനസ്സിലാകത്തുള്ളായിരിക്കും. ഒരു ചിന്ത തരികയാണ്. പിശാച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഇഷ്ടമുള്ള പലതും തന്ന് രസിപ്പിച്ച്, വഞ്ചിച്ച്, ചതിച്ച്, വശീകരിച്ച് പിന്നത്തേതിൽ എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതത്തെ തകർക്കാതിരിക്കാൻ സൂക്ഷിക്കുക. God bless you. God bless you. God bless you.